T20 വേൾഡ് കപ്പ് സൂപ്പർ 8 പോരാട്ടത്തിൽ ടീം ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്കയോട് നാണം കെട്ട തോൽവി. സൂപ്പർ 8-ൽ സൗത്ത് ആഫ്രിക്കയുമായി ഏറ്റുമുട്ടുവാൻ ഇറങ്ങിയ ഇന്ത്യക്ക് മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ദക്ഷിണാഫ്രിക്കൻ ടീമിന് ഒരു വെല്ലുവിളി ഉയർത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമായൊരു വിഷയമായിരുന്നു. സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് ആരംഭിച്ചത് വൻ തകർച്ചയോടുകൂടിയാണ്. പക്ഷേ തുടക്കത്തിൽ 3-4 വിക്കറ്റുകൾ ചുരുങ്ങിയ നിമിഷം കൊണ്ട് വീണെങ്കിലും പിന്നാലെ എത്തിയവർ സമചിത്തതയോടെ ബാറ്റ് വീശുകയും ഇന്ത്യയോട് പൊരുതുവാൻ തക്കവണ്ണമുള്ള സ്കോറിലേക്ക് അവർ ടീമിനെ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ കരുത്ത് വെച്ച് നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക ഉയർത്തിയ 177 റൺസ് എന്ന വെല്ലുവിളി അത് നിസ്സാരമായി മറികടക്കുവാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ മറുപടി പറയുവാൻ ഇറങ്ങിയ ടീം ഇന്ത്യക്ക് ഫസ്റ്റ് ഓവറിൽ തന്നെ ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റ്സ്മാൻ ഇഷാൻ കിഷനെ നഷ്ടപ്പെട്ടു. സ്വതസിദ്ധമായ ശൈലിയിൽ ആഞ്ഞടിക്കുവാൻ തയ്യാറായ ഇഷാൻ കിഷൻ തുടക്കത്തിൽ തന്നെ ആദ്യ ഓവറിൽ തന്നെ റണ്ണൊന്നും എടുക്കാതെ പുറത്തായി. എന്നാൽ തൊട്ടു പിന്നാലെ എത്തിയ തിലക് വർമ്മയുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ മടങ്ങിപ്പോയിട്ട് എന്തോ അത്യാവശ്യമുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു. പെട്ടെന്ന് അവസാനിപ്പിച്ചു, അയാളും കൂടാരമണഞ്ഞു. വിലപ്പെട്ട 2 വിക്കറ്റുകൾ വീണു. പക്ഷേ തുടർന്നു വന്ന ഓരോ ബാറ്റർമാരുടെയും പ്രകടനം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലാണ് ഉണ്ടായത്. കാരണം ഓരോരുത്തരും സിക്സർ അടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ബാറ്റ് ഏന്തിയത്. നേരിടുന്ന ആദ്യ ബോളിൽ തന്നെ സിക്സർ അടിക്കണം എന്നുള്ളതായിരുന്നു ഓരോരുത്തരുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കൃത്യം ഇടവേളകളിൽ ഓരോരുത്തരും വീണുകൊണ്ടേയിരുന്നു. ഇന്ത്യൻ നിരയെ പിടിച്ചുകെട്ടുവാൻ തക്കവണ്ണമുള്ള അസാധ്യമായ ഒരു ബൗളിംഗ് ഒന്നും ആയിരുന്നില്ല സൗത്ത് ആഫ്രിക്കൻ നിരയിൽ നിന്നും ഉണ്ടായത്. ഓരോരുത്തരും വിക്കറ്റ് അങ്ങോട്ട് കൊടുക്കുവാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് പോലെയുള്ള തോന്നലാണ് ഇന്നത്തെ കളി കണ്ടപ്പോൾ തോന്നിയത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കുമ്പോൾ വിജയവും പരാജയവും ഒക്കെ 50-50 മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്ത്യയെപ്പോലെ തന്നെ കരുത്തുള്ളൊരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. പക്ഷേ ഇന്ന് സംഭവിച്ചത് ഒരുമാതിരി നാണം കെട്ട തോൽവിയായിപ്പോയി. വെറും 111 റൺസിൽ കരുത്തുള്ള ഇന്ത്യൻ ബാറ്റിംഗ് നിര മുഴുവനും കൂടാരമണഞ്ഞു. സൂപ്പർ 8-ലെ ആദ്യ കളി തന്നെ പരാജയപ്പെട്ട ടീം ഇന്ത്യക്ക് ഇനി മുൻപോട്ടുള്ള നീക്കം അത് കടുകട്ടിയാണ്. അടുത്ത 2 മത്സരങ്ങൾ നിശ്ചയമായിട്ടും ഇന്ത്യക്ക് ജയിച്ചേ മതിയാവുകയുള്ളൂ. ഇല്ല എങ്കിൽ ഈ വേൾഡ് കപ്പിന്റെ ജേതാക്കളാവുക അല്ലെങ്കിൽ സെമി ഫൈനലിലെങ്കിലും എത്തുക എന്നുള്ള പ്രതീക്ഷ അത് സ്വപ്നം മാത്രമായി അവശേഷിക്കും. ഇന്ന് ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ആ തീരുമാനം തെറ്റാണോ എന്ന് സംശയിക്കുന്ന രീതിയിലായിരുന്നു ടീം ഇന്ത്യയുടെ ബൗളിംഗ് പ്രകടനം. 2-ാം ഓവറിൽ തന്നെ അവരുടെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടു. ജസ്പ്രീത് ബുംറ എറിഞ്ഞ മനോഹരമായ ഒരു ഇൻസിംഗറിൽ ക്യൂറ്റൻ ഡീകോക്കിന്റെ കുറ്റി തെറിച്ചുപോയി. തൊട്ടടുത്ത ഓവർ എറിയുവാൻ വേണ്ടി എത്തിയ അർഷ്ദീപ് സിംഗ് മാർക്ക് റത്തയും കൂടാരം കയറ്റി. തുടർന്ന് 4-ാം ഓവർ എറിയുവാൻ എത്തിയ ബുംറ വീണ്ടും സൗത്ത് ആഫ്രിക്കയെ ഞെട്ടിച്ചു. റിക്കിൾട്ടനെ ശിവം ദുബൈയുടെ കൈകളിലേക്ക് എത്തിച്ചു. 4 ഓവറിൽ 21 റൺസിന് 3 വിക്കറ്റ് നഷ്ടപ്പെട്ട സൗത്ത് ആഫ്രിക്ക വല്ലാതെ പരിങ്ങുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു. ആ വിക്കറ്റുകൾ വിലപ്പെട്ടതായിരുന്നു. പക്ഷെ തുടർന്ന് കണ്ട കാഴ്ച ബ്രേവിസും മില്ലറും ചേർന്ന് മെല്ലെ സ്കോർ ബോർഡ് ഉയർത്തുന്നതാണ്. 6 ഓവറുകൾ പിന്നിടുമ്പോൾ വെറും 41 റൺസ് മാത്രമായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് നേടുവാൻ കഴിഞ്ഞത്. പക്ഷേ മില്ലറും ബ്രേവിസും കൂടി താളം കണ്ടെത്തുകയും ഇന്ത്യൻ ബൗളിങ്ങിനെ, പ്രത്യേകിച്ച് സ്പിൻ ബൗളിങ്ങിനെ അനായാസം നേരിടുകയും ചെയ്തുകൊണ്ട് അവർ കളിയിലേക്ക് മടങ്ങിയെത്തി. വരുൺ ചക്രവർത്തിയുടെ ആദ്യ ഓവറിൽ 17 റൺസ് അടിച്ച സൗത്ത് ആഫ്രിക്ക പക്ഷേ പേസ് ബൗളർമാരെ നേരിടുന്നതിൽ കാര്യമായി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. 12-ാമത്തെ ഓവറിലാണ് അവർ 100 കടന്നത്. ആ 100 റൺസിൽ ഇന്ത്യയുടെ സംഭാവനയായി വൈറ്റ് ബോളുകളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. 12-ാം ഓവറിൽ 100-ലെത്തിയ സൗത്ത് ആഫ്രിക്ക 15-ാം ഓവർ എത്തുമ്പോഴേക്കും 144-ലേക്ക് എത്തി. തുടർന്ന് അവസാന ഓവറുകളിൽ അവർ കത്തിക്കയറുന്ന കാഴ്ചയും കാണുവാൻ കഴിഞ്ഞു. 20 ഓവർ പിന്നിടുമ്പോഴേക്കും 7 വിക്കറ്റ് നഷ്ടത്തിൽ 187 എന്ന പൊരുതുവാൻ കഴിയുന്ന ഒരു സ്കോറിലേക്ക് ടീം സൗത്ത് ആഫ്രിക്കയെ അവർ കൊണ്ടുവന്നെത്തിച്ചു. എന്നിരുന്നാൽ തന്നെയും അധികം വിയർപ്പൊഴുക്കാതെ ടീം ഇന്ത്യ ജയിച്ചു കയറും എന്നാണ് പ്രേക്ഷകരെല്ലാവരും പ്രതീക്ഷിച്ചത്. അത് കാണുവാൻ ഗ്യാലറിയിൽ തിങ്ങി നിറഞ്ഞ കാണികളെ എല്ലാവരെയും നിമിഷ നേരം കൊണ്ട് അമ്പരപ്പിലും അങ്കലാപ്പിലുമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ കൂട്ടപ്പാലായനം ആരംഭിച്ചു. പതിവിന് വിപരീതമായിട്ട് സ്പിൻ ബൗളിങ്ങോടുകൂടിയാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ നേരിട്ടത്. പക്ഷേ ആദ്യ ഓവറിൽ തന്നെ ഇഷാൻ വീണു. തകർപ്പനടി കാണുവാൻ കാത്തിരുന്ന സകല ആൾക്കാരെ നിരാശപ്പെടുത്തിക്കൊണ്ട് റണ്ണൊന്നും എടുക്കാതെയായിരുന്നു ഇഷാൻ വിട പറഞ്ഞത്. തുടർന്നെത്തിയ തിലക് വർമ്മ വന്നതും പോയതുമൊന്നും ആരും അറിഞ്ഞില്ല. ടീം ഇന്ത്യ 5 റൺസിന് 2 എന്ന സ്ഥിതിയിലേക്ക് എത്തി. അടിക്ക് അതേ നാണയത്തിലുള്ള തിരിച്ചടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെയായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രകടനം. പക്ഷേ അതിന് പൂർണ്ണമായിട്ടുമുള്ള ക്രെഡിറ്റ് സൗത്ത് ആഫ്രിക്കൻ ബൗളർമാർക്ക് കൊടുക്കുവാൻ കഴിയില്ല. കാരണം സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും മടങ്ങിപ്പോകുവാൻ മത്സരിക്കുന്നത് പോലൊരു തോന്നലായിരുന്നു കണ്ടത്. ഇന്ത്യൻ നിരയിൽ ക്യാപ്റ്റൻ സൂര്യകുമാറും ശിവം ദുബൈയും മാത്രമാണ് കുറച്ചെങ്കിലും പിടിച്ചു നിന്ന് കളിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. അല്ലെങ്കിൽ സാഹചര്യം മനസ്സിലാക്കി നങ്കൂരമിട്ട് മുന്നേറുവാൻ ശ്രമിച്ചത് ഈ 2 ആൾക്കാർ മാത്രമാണ്. എന്തായാലും കഴിഞ്ഞ ഏതാനും കളികളിൽ സംപൂജ്യനായി പുറത്തു പോകേണ്ടി വന്ന അഭിഷേക് ശർമ്മ ഇക്കുറി ആ പതിവ് തെറ്റിച്ചു. 12 ബോളുകൾ നേരിട്ട് അദ്ദേഹം 15 റൺസ് തന്റെ അക്കൗണ്ടിൽ കുറിച്ചിട്ടാണ് മടങ്ങിയത്. അത് ഒരു വലിയ ആശ്വാസം തന്നെയായി. 5-ാം ഓവറിൽ അഭിഷേക് ശർമ്മ ആയുധം വെച്ച് കീഴടങ്ങുമ്പോൾ ടീം ഇന്ത്യ 29-3 എന്ന നിലയിലേക്ക് എത്തി.
പ്രധാനപ്പെട്ട 3 വിക്കറ്റുകൾ വീണിട്ടും കുറച്ചു സമയം ആ ക്രീസിൽ ഒന്ന് ചിലവഴിച്ച് ആ അന്തരീക്ഷത്തിന് ഒരു അയവ് വരുത്തുവാൻ വേണ്ടി പിന്നാലെ എത്തിയ ഒരു ബാറ്റ്സ്മാൻമാരും ശ്രമിച്ചില്ല എന്നുള്ളതായിരുന്നു ശ്രദ്ധേയമായ വിഷയം. സിക്സർ അടിക്കുവാൻ വേണ്ടി മാത്രം എത്തിയ ഒരു കൂട്ടം ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം അതിനനുസരിച്ചുള്ള ബോളുകൾ തന്നെയാണ് സൗത്ത് ആഫ്രിക്കൻ ബൗളർമാർ എറിഞ്ഞു കൊടുക്കുകയും ചെയ്തത്. അതവർക്ക് കൃത്യമായി മുതലാക്കുവാനും കഴിഞ്ഞു. പവർ പ്ലേ ഓവറുകൾ പിന്നിടുമ്പോൾ ടീം ഇന്ത്യ വെറും 33 റൺസിന് 3 എന്ന നിലയിൽ കിതയ്ക്കുവാൻ തുടങ്ങി. 10ാം ഓവറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ ഒരബദ്ധം കാണിച്ച് പുറത്താകുമ്പോൾ ഇന്ത്യ പരാജയം സമ്മതിച്ച മട്ടായിരുന്നു. 10 ഓവറുകൾ ബാറ്റ് ചെയ്ത് ഇന്ത്യക്ക് 5 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ വെറും 57 റൺസ് മാത്രമായിരുന്നു അടിച്ചുകൂട്ടുവാൻ കഴിഞ്ഞത്. 12 ഓവറുകൾ പിന്നിടുമ്പോൾ സൗത്ത് ആഫ്രിക്ക 100 റൺസ് കടന്നു. എന്നാൽ ഇന്ത്യ 75-ന് 5 എന്ന നിലയിൽ മുൻപോട്ട് ഓടുവാൻ കഴിയില്ല എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് വല്ലാതെ പരിഭ്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കുറച്ചെങ്കിലും മറുപടി പറയുവാൻ ശ്രമിച്ചത് ശിവം ദുബെ മാത്രമായിരുന്നു. അയാളുടെ പോരാട്ടങ്ങൾക്ക് നല്ലൊരു പിന്തുണ കൊടുക്കുവാൻ ആരും ശ്രമിച്ചില്ല. 19ാം ഓവറിൽ ശിവം ദുബെ വീണതോടെ ഇന്ത്യ സമ്പൂർണ്ണമായി തകർന്നു. 37 പന്തുകളിൽ നിന്ന് 42 റൺസായിരുന്നു ശിവം ദുബെയുടെ സംഭാവന. ശിവം ദുബെ പുറത്തായതോടുകൂടി അവസാന ബാറ്റർ ബുംറ ഒരു ചടങ്ങിന് വന്നതുപോലെയായി വന്നു പോയി. അങ്ങനെ 111 റൺസിൽ ഇന്ത്യയുടെ പുലിക്കുട്ടികളെല്ലാം കൂടാരമണഞ്ഞു. 76 റൺസിന് സൗത്ത് ആഫ്രിക്ക ഗംഭീരമായ വിജയം സ്വന്തമാക്കി. 35 പന്തുകളിൽ നിന്നും 63 റൺസ് കരസ്ഥമാക്കിയ ഡേവിഡ് മില്ലറാണ് ഇന്നത്തെ കളിയിലെ താരമായി മാറിയത്. കഴിഞ്ഞ ആഴ്ചയിലെ ഗ്രൂപ്പ് മത്സരങ്ങളുടെ അവസാനം നെതർലാൻഡ്സിനെ നേരിട്ട ഇന്ത്യ അന്ന് ജയം പ്രാപിച്ചുവെങ്കിലും അന്ന് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ കളിയുമായിട്ട് മുൻപോട്ട് പോകാനാണ് ടീം ഇന്ത്യയുടെ പദ്ധതിയെങ്കിൽ രക്ഷപ്പെടുവാൻ സാധ്യതയില്ല എന്ന്. കാരണം താരതമ്യേന ദുർബലർ എന്ന് കരുതിയിരുന്ന നെതർലാൻഡ്സിന്റെ മുൻപിൽ പോലും ഇന്ത്യ വിയർക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ സ്ഥിരതയില്ലാത്ത പ്രകടനം. ഒരാളെ പോലും ഇപ്പോൾ വിശ്വസിക്കുവാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സാഹചര്യം പ്രതികൂലമാകുമ്പോൾ അതിനനുസരിച്ച് നങ്കൂരമിടണമെന്നും മാക്സിമം വിജയത്തിന് വേണ്ടി തന്ത്രങ്ങൾ പലതും മാറി മാറി പയറ്റണമെന്നും അറിയാത്തവരല്ല ഈ കളിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർ. പക്ഷേ കാണികളോട് അവർക്ക് നീതി പുലർത്തുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമായി അവശേഷിക്കുകയാണ്. എന്തായാലും കടലാസിലെ പുലികൾ ഇന്ന് നിസ്സാരമായി തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. ഇന്നത്തെ കളി കണ്ട ആരാധകർക്ക് പറയുവാനുള്ളത് ഒരു ഘട്ടത്തിൽ പോലും ടീം ഇന്ത്യ ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചില്ല എന്നുള്ള സങ്കടകരമായ വസ്തുതയായിരിക്കും. പക്ഷേ ഇന്ത്യൻ ബൗളിംഗ് നിരയിൽ ബുംറയും ഹർഷ്ദീപും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ വളരെ മനോഹരമായി പന്തെറിഞ്ഞു. ബുംറ 3 വിക്കറ്റും ഹർഷ്ദീപ് 2 വിക്കറ്റും വീഴ്ത്തി. ഈ തോൽവിയിലെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത കളിയെ നേരിടുവാൻ ഇന്ത്യ ഇറങ്ങിയാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ടീം ഇന്ത്യ ജയിക്കുമ്പോൾ മാത്രമല്ല, അവർ തോൽക്കുമ്പോഴും നമ്മൾ ടീമിനൊപ്പം തന്നെയാണ്. കരുത്തുറ്റ ഇന്ത്യൻ നിരയിൽ നമുക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ പരാജയത്തിൽ നിന്നും മാക്സിമം പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ. എവിടെയാണ് പിഴച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഹോംവർക്ക് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം അടുത്ത പോരാളിയെ നേരിടുവാൻ മുൻപോട്ടിറങ്ങിത്തിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. കരുത്തുറ്റ ഇന്ത്യൻ ടീമിൽ നമുക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീം മടങ്ങി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.